പൾസ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പുതിയ OTT അപ്ഡേറ്റുകളാണ്. ആദ്യത്തെ സിനിമ ടൊവിനോ തോമസും ഖയാദു ലോഹറും അഭിനയിച്ച പള്ളിച്ചട്ടമ്പി പീരിയോഡിക് ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സോണി ലൈവാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ 24 സോണി ലൈവിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഇന്ദ്രൻസും മധുബലയും അഭിനയിച്ച റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ചിന്ന ചിന്ന ആസെ. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ 28 ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ബാലൻ ദ ബോയ് എന്ന് പറയുന്ന സിനിമയാണ്. ചിദംബരം സംവിധാനം ചെയ്ത് ജിത്തു മാധവൻ്റെ സ്ക്രിപ്റ്റിൽ വന്ന സിനിമയാണ്. സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഇത്. C5 ആണ് OTT റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ 31 C5ൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് സമന്ത പ്രധാന റോളിൽ അഭിനയിച്ച മാ ഇന്റി ബംഗാരം എന്ന് പറയുന്ന ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് സിനിമയാണ്. തമിഴിൽ എങ്കൽ തങ്കം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ടാണ് ഈ സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് യോഗി ബാബു പ്രധാന വേഷത്തിൽ വന്ന തമിഴ് സിനിമയാണ്. സന്നിധാനം പിയോ എന്നാണ് ഈ സിനിമയുടെ പേര്. ഇപ്പോൾ മുതൽ പ്രൈം വീഡിയോ, സിംപ്ലി സൗത്ത് എന്നീ OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തത് ചിത്തിനി എന്ന് പറയുന്ന മലയാളം സിനിമയാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത് വിനയ് ഫോർട്ട് അഭിനയിച്ച സിനിമയാണ്. ഇപ്പോൾ മുതൽ ആമസോൺ OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തത് ഏക് ദിൻ എന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമയാണ്. സായി പല്ലവി പ്രധാന വേഷത്തിൽ അഭിനയിച്ച റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇപ്പോൾ മുതൽ ആമസോൺ പ്രൈം വീഡിയോ OTT പ്ലാറ്റ്ഫോമിൽ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തത് ഡ്രാമ, ആക്ഷൻ, സസ്പെൻസ്, ത്രില്ലറിൽ വരുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ഖഡേല രാജു കാക്കിനാഡ തലൂക്ക എന്നാണ് ഈ സിനിമയുടെ പേര്. ആമസോൺ പ്രൈം OTT പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തതായി മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്ത സിനിമയാണ് കള്ളക്കാമുകൻ എന്നാണ് സിനിമയുടെ പേര്. ഡ്രാമ, റൊമാൻറ്റിക്, കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇത് മനോരമ മാക്സ് OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സീക്രട്ട് ഓഫ് കലിംഗ എന്നാണ് ഈ സിനിമയുടെ പേര്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സൺ നെക്സ്റ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. ജൂലൈ 24 റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ലിസ്റ്റിലെ ഏതൊക്കെ സിനിമകളാണ് കണ്ടതെന്നും കാത്തിരിക്കുന്നതെന്നും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതുവരേക്കും ബൈ.